കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് വരുത്തിയ സംഭവത്തിൽ ഡോക്ടർക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് കുട്ടിയുടെ ബന്ധുക്കൾ. ഇത് സംബന്ധിച്ച് സൂപ്രണ്ടിന് പരാതി നൽകിയിരുന്നു. വീഴ്ച വരുത്തിയ ഡോക്ടറെ പുറത്താക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. മറ്റാർക്കും ഈ ഗതി ഉണ്ടാകരുത്. കുട്ടിക്ക് ഭാവിയിൽ ഇതുമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഉത്തരവാദിത്വം ആശുപത്രി അധികൃതർ ഏറ്റെടുക്കണമെന്നും കുട്ടിയുടെ ബന്ധുവായ ഫൈസൽ പറഞ്ഞു. അതേസമയം സംഭവത്തിൽ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടി. പരാതി ഇതപ്പോൾ കൊടുത്തു വന്നിട്ടുള്ളൂ. ഇത് കൈക്ക് ഒരു ഒരു ആറ് വിരലുണ്ട് കുട്ടീൻ്റെ കൈ. അപ്പോൾ 2 ദിവസം മുന്നേ ഇവിടെ കോളേജിൽ വന്ന് കാണിച്ചതാണ്. അപ്പോൾ സ്കാനിങ്ങും ഇതൊക്കെ എടുത്തതാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഓപ്പറേഷത്തിന് വരാൻ വേണ്ടി പറഞ്ഞതാണ്. ഓപ്പറേഷൻ വന്ന് രാവിലെ വന്ന് അപ്പോൾ കുട്ടിയെ പേര് വിളിച്ചപ്പോൾ അകത്തേക്ക് പോയതാണ്. ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലേക്ക് പോയതാണ്. പോയി ഇങ്ങോട്ട് വരുമ്പോൾ കുട്ടീൻ്റെ നാവിൻ്റെ അവിടെ ചോര കണ്ടു. അപ്പോഴാണ് പെങ്ങൾ ചോദിക്കുന്നത് ഇതെന്താണ്. അപ്പോൾ നോക്കുമ്പോൾ ടീച്ചർ പറഞ്ഞ് നാവിനാണ് ഓപ്പറേഷൻ ചെയ്തത്. അപ്പം തന്നെ ഓല അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓല് കൈക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചെയ്തു. സൂപ്രണ്ടിന് പരാതി കൊടുത്ത് മൂപ്പര് സൂപ്രണ്ട് പറഞ്ഞ ഡോക്ടറായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞ് ഡോക്ടറായിട്ട് മൂപ്പര് ഫാദർ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്തോ മാപ്പ് പറഞ്ഞിട്ടാണ് മൂപ്പര് എഴുതി കൊടുത്തതാണ്. ഇനി ഒരു കുട്ടിക്ക് പ്രശ്നങ്ങൾ വരരുത്. നമ്മളിപ്പോ നാവിലായല്ലേ വയറിനോ കാണിച്ചാൽ വലിയ പ്രശ്നമല്ലേ. ഓല് പറഞ്ഞ കുട്ടി മാറിപ്പോയെന്നാണ് പറയുന്നത്. ഡോക്ടർമാരടുത്ത് വന്ന ചികിത്സ ഡോക്ടർ ശ്രദ്ധക്കുറവ്. സൂപ്രണ്ട് പറഞ്ഞ് ഡോക്ടർക്കെതിരെ നടപടി നമ്മൾ എടുക്കാന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് ഇത് പരാതി എഴുതി വാങ്ങിയത്. വിശദാംശങ്ങളുമായി റിയാസ് KM ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. റിയാസ്, ഈ കോഴിക്കോട് സർക്കാർ ആശുപത്രിയിൽ വീണ്ടും ഇത്തരത്തിലുള്ള പരാതികൾ വരികയാണ്. ഇപ്പോൾ ശസ്ത്രക്രിയ മാറി ചെയ്തിരിക്കുന്നു. തീർച്ചയായും ആജിംഷാദ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ ശസ്ത്രക്രിയ പിഴവ് നേരത്തെയും നമ്മൾ കണ്ടതാണ്. ഹർഷിന വിഷയത്തിലൊക്കെ അവർ കഴിഞ്ഞ 6 വർഷമായി അനുഭവിക്കുന്ന വേദന കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവിടെയാണ് വീണ്ടും ഇതേ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നടന്നൊരു ശസ്ത്രക്രിയക്കിടെയായിരുന്നു. ഇതും അങ്ങനെ തന്നെയാണ്. ഇന്ന് രാവിലെ നടന്ന ഒരു ശസ്ത്രക്രിയയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയ ചെയ്തത്. കയ്യിലെ 6ാം വിരൽ നീക്കം ചെയ്യാനായിരുന്നു ചെറുവണ്ണൂർ മധുരബസാർ സ്വദേശിനിയായ 4 വയസ്സുകാരിയെ ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ 6ാം വിരലിന് പകരം ഈ ആശുപത്രിയിൽ ഡോക്ടർമാർ ശസ്ത്രക്രിയ നടത്തിയത് നാവിലാണ് എന്നുള്ളതാണ്. പിന്നെ ഇത് വലിയ പരാതി ഉയരുന്ന ഒരു സാഹചര്യമുണ്ടായി. ബന്ധുക്കൾ സൂപ്രണ്ടിന് പരാതി നൽകുകയും ചെയ്തു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് റിയാസ്? അതായത് ഈ 6ാം വിരൽ നീക്കം ചെയ്യുന്നതും അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും നാവിന് ഓപ്പറേഷനുള്ള മറ്റേതെങ്കിലും കുട്ടികളുണ്ടാകും, അതും ഇതുമായി മാറുന്നതാണോ? എന്താണ് ഇവർ വിശദീകരിക്കുന്നത്? അതായത് നഴ്സ് ഈ ബന്ധുക്കൾക്ക് നൽകിയ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരുന്ന നഴ്സിനോട് കാര്യം തിരക്കിയിരുന്നു ഇവർ. അപ്പോൾ നഴ്സ് ഈ ബന്ധുക്കൾക്ക് നൽകിയ വിവരം എന്ന് പറയുന്ന ആള് മാറി ശസ്ത്രക്രിയ ചെയ്തു പോയതാണ്. സമാനമായ പേരുള്ള 2 പേരുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ അതെല്ലാം കൃത്യമായ അന്വേഷണത്തിലൂടെ തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. എങ്കിൽ പോലും ഒരു 6 വിരലുള്ള ഒരു കുഞ്ഞിന്റെ നാവിനിപ്പോൾ നിലവിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അതറിയാനാകുന്നുണ്ടോ? നാവിന് ഒരു മുറിവുണ്ട്. ഒരു ചെറുതായി സംസാരിക്കാനുള്ള പ്രയാസമുണ്ട്. അത് ശസ്ത്രക്രിയ കഴിഞ്ഞ ഉടനെയുള്ള പ്രയാസം എന്നാണ് ഡോക്ടർമാർ വിശദീകരിക്കുന്നത്. ബന്ധുക്കളും പറയുന്നത് അങ്ങനെ ആയിരിക്കാമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ബന്ധുക്കൾ പറയുന്ന ഒരു കാര്യം, ഈ ഭാവിയിൽ കുട്ടിക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഈ ഡോക്ടറും അതുപോലെ മെഡിക്കൽ കോളേജ് അധികൃതരും ഏറ്റെടുക്കണം. അങ്ങനെ ഇല്ലെങ്കിൽ ഈ കുട്ടിയുടെ അവസ്ഥ എന്താകുമെന്ന് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എന്തായാലും പിന്നീട് മറ്റൊരു ശസ്ത്രക്രിയയിലൂടെ ഈ 6ാം വിരൽ നീക്കം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇത് വലിയ വിവാദമാവുകയും വാർത്തയാവുകയും ചെയ്തതോടുകൂടി ഈ സംഭവത്തിൽ ഡോക്ടർ ബന്ധുക്കളോട് മാപ്പ് എഴുതി കൊടുത്ത് മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ നിയമ നടപടിയുമായി മുന്നോട്ട് നീങ്ങും എന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. കാരണം അവർ പറയുന്നത് മറ്റാർക്കും ഇനിയോടെ ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഈ ഒരു വിഷയത്തിൽ കർശനമായ നടപടി വേണം എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അവർ പരാതി നൽകും എന്നുള്ളതാണ് ബന്ധുക്കളും അറിയിച്ചിട്ടുള്ളത്. എന്തായാലും സൂപ്രണ്ടിന് അവർ പരാതി നൽകിയിട്ടുണ്ട്. സൂപ്രണ്ട് അറിയിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പ് തല അന്വേഷണം എന്തായാലും നടത്തും എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഡോക്ടർക്കെതിരെ നടപടി എടുക്കാമെന്നൊരു ഉറപ്പ് വാക്കാൽ സൂപ്രണ്ട് നൽകിയിട്ടുണ്ട്. എന്നാൽ രേഖാമൂലം അത്തരം ഒരു ഉറപ്പൊന്നും നൽകിയിട്ടില്ല. എന്തായാലും ഈ വിഷയം വന്നതോടുകൂടി കോൺഗ്രസ് പ്രവർത്തകർ ഈ മെഡിക്കൽ കോളേജിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അന്വേഷണം എന്നൊരു താൽക്കാലികമായൊരു ഉറപ്പ് ലഭിച്ചതോടുകൂടിയാണ് അവര് സമരം അവസാനിപ്പിച്ചത്. ആരോഗ്യമന്ത്രിയും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. DMEക്കാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചുമതല നൽകിയിട്ടുണ്ട് ഉള്ളത്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോടാണ്
മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമായി ഉണ്ടാകും. അജീം ഷാദ്. ശരി റിയാസ്.